തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധർ. ഒന്നാമതായി വിശുദ്ധ റാഫേൽ കലിനോസ്കി. ജീവിതകാലം 1835 മുതൽ 1907 വരെ. 1835 സെപ്റ്റംബർ 1 തീയതി ജോസഫ് കലിനോസ്കി സന്യാസസഭയിൽ ചേരുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ പേര് ഇപ്രകാരമായിരുന്നു. പോളിഷ് പ്രഭു കുടുംബങ്ങളിൽപ്പെട്ട അനാരൻ കലിനോസ്കിയുടെയും ജോസഫീൻ പോളാംസ്കിയുടെയും രണ്ടാമത്തെ മകനായി ലിത്വാനിയയുടെ തലസ്ഥാനമായ വിൽനയിൽ ജനിച്ചു. അനാരൻ സ്ഥലത്തെ സ്കൂളിന്റെ ഡയറക്ടറും പ്രൊഫസറുമായിരുന്നെങ്കിലും ജോസഫിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം വീട്ടിൽ വെച്ചു തന്നെയായിരുന്നു നിർവഹിച്ചിരുന്നത്. 1852 17ാമത്തെ വയസ്സിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിനായി ജോസഫ് പീറ്റേഴ്സ്ബർഗിലുള്ള മിലിറ്ററി അക്കാദമിയിൽ ചേർന്നു. അക്കാഡമിയിലെ ജീവിതകാലം പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനും മറ്റുള്ളവരാൽ പരിത്യക്തരായ ചെറുപ്പക്കാരെ സ്വന്തം ചിലവിൽ പഠിപ്പിക്കുന്നതിനും മറ്റും ശ്രദ്ധ ചെലുത്തി ചെലവഴിച്ചു. 1862 കലിനോസ്കി പട്ടാളത്തിലെ ക്യാപ്റ്റനായി ഉയർത്തപ്പെട്ടു. 1863 അലക്സാണ്ടർ രണ്ടാമൻ ചക്രവർത്തിക്ക് എതിരായുള്ള പോളിഷ് ദേശീയ പ്രസ്ഥാനക്കാരുടെ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ റഷ്യൻ ഭരണകൂടം ആ വിപ്ലവത്തെ നിഷ്കരുണം അടിച്ചമർത്തി. ഈ അവസരത്തിൽ കലിനോസ്കിക്ക് പട്ടാളത്തിൽ തുടരുന്നത് പ്രയാസമായിരുന്നു. അദ്ദേഹം വിരമിച്ച് പോളണ്ടിലേക്ക് മടങ്ങിപ്പോയി. 1864 പോളണ്ടിലെ വിപ്ലവ ഭരണകൂടം ജോസഫ് കലിനോസ്കിയെ രാജ്യരക്ഷാ മന്ത്രിയായി നിയമിച്ചു. ആ വർഷം തന്നെ റഷ്യൻ പട്ടാളം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും വിപ്ലവത്തെ അനുകൂലിച്ചതിന് വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. എങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബക്കാരുടെ അപേക്ഷയും അദ്ദേഹത്തിന്റെ ജീവിത നിലവാരവും കണക്കിലെടുത്ത് വധശിക്ഷയിൽ ഇളവ് വരുത്തി 10 വർഷത്തെ നിർബന്ധിത ജോലിക്കായി സൈബീരിയയിലേക്ക് അയച്ചു. പലപ്പോഴും അതിശൈത്യം അനുഭവിച്ചിരുന്ന സൈബീരിയയിലെ ജീവിതകാലത്ത് പ്രാർത്ഥനയും ദൈവാശ്രയവുമായിരുന്നു അദ്ദേഹത്തിന് കരുത്തു നൽകിയിരുന്നത്. 1877 ജൂലൈ 15 ഓസ്ട്രിയയിലെ ഗ്രാസിൽ ഉള്ള നിഷ്പാദുക കർമ്മല സഭയുടെ നവസന്യാസ ഭവനത്തിൽ അദ്ദേഹം ചേർന്നു. സഭയിൽ വിശുദ്ധ ഔസേപ്പിന്റെ റാഫേൽ എന്ന പേര് സ്വീകരിച്ചു. 1881 ആഘോഷമായ വ്രതവാഗ്ദാനം നടത്തിയ അദ്ദേഹം പോളണ്ടിലെ സേർണ എന്ന സ്ഥലത്തുവെച്ച് 1882 ജനുവരി 15 തീയതി വൈദിക പട്ടം സ്വീകരിച്ചു. അടുത്ത വർഷം തന്നെ അദ്ദേഹത്തെ സേർണയിലെ സുപ്പീരിയറായി നിയമിച്ചു. സന്യാസ ജീവിതവും വൈദിക ജീവിതവും താറുമാറായി കിടന്ന സാഹചര്യത്തിൽ ഫാദർ റാഫേൽ കലിനോസ്കി പോളണ്ടിലെ കർമ്മലീത്ത മഠങ്ങൾ സന്ദർശിച്ച് വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ജീവിത ചൈതന്യം പുനർജീവിപ്പിക്കുവാൻ പരിശ്രമിച്ചു. പരിപൂർണരാകുന്നതിനുള്ള സഹായമായി അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നത് മുടങ്ങാതെയുള്ള വിശുദ്ധ ഗ്രന്ഥ പാരായണവും സഭാ നിയമങ്ങളെപ്പറ്റിയുള്ള പഠനവും ധ്യാനവുമായിരുന്നു. 1907 നവംബർ 15 തീയതി റാഫേൽ കലിനോസ്കി വാഡോവിച്ചിൽ വെച്ച് നിര്യാതനായി. 1983 ജൂൺ 22 തീയതി പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ റാഫേൽ കലിനോസ്കിയെ വാഴ്ത്തപ്പെട്ടവനെന്നും വിപ്രവാസികളുടെയും കുടിയേറ്റക്കാരുടെയും മധ്യസ്ഥനുമായി പ്രഖ്യാപിച്ചു. 1991 നവംബർ 17 തീയതി പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെ വാഴ്ത്തപ്പെട്ട റാഫേൽ കലിനോസ്കിയെ വിശുദ്ധനായി നാമകരണം ചെയ്തു. തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന രണ്ടാമത്തെ വിശുദ്ധ ഹാക്കബോണിലെ വിശുദ്ധ മെക്ഡിൽഡ്. ജീവിതകാലം 1241 മുതൽ 1298 വരെ. സാക്സണിയിൽ പ്രശസ്തമായ തുറീഞ്ചിയൻ കുടുംബത്തിൽ മെക്ഡിൽഡ് ജനിച്ചു. കുട്ടിയുടെ ആരോഗ്യം തീരെ മോശമായിരുന്നതിനാൽ അവളെ ഉടനെ പള്ളിയിൽ കൊണ്ടുപോയി ജ്ഞാനസ്നാനപ്പെടുത്തി. പരിശുദ്ധനായ ഇടവക വൈദികൻ പ്രതിവചിച്ചു, ഈ കുട്ടി ദീർഘനാൾ ജീവിക്കും, വിശുദ്ധയായ ഒരു കന്യാസ്ത്രീയാകും. ഹാക്കബോണിലെ പ്രഭുക്കൾ വിപ്രായിലെ പ്രഭുക്കളും കൂടിയായിരുന്നതിനാൽ വിപ്രായിലെ മെക്ഡിൽഡ് എന്ന പുണ്യവതിയെ വിളിക്കാറുണ്ട്. ഇവളുടെ സഹോദരിയാണ് വിശുദ്ധയായ ജെർത്രൂദ് വോൺ ഹാക്കബോൺ. കുട്ടിക്ക് 7 വയസ്സുള്ളപ്പോൾ റൊഡാർഡ്സ് ഡോർഫ് മഠത്തിൽ സഹോദരി ജെർത്രൂദിന്റെ അടുക്കലാക്കി. 10 വർഷത്തിനു ശേഷം 1258 മെക്ഡിൽഡും ബെനഡിക്റ്റൻ മഠത്തിൽ ചേർന്നു. രണ്ടുപേരും ഹെൽഫ്റ്റായിൽ സ്ഥാപിച്ച പുതിയ മഠത്തിലേക്ക് മാറി. അവിടെ ആബസ് ജെർത്രൂദിനെ സഹായിച്ചുകൊണ്ടിരുന്നു. അവളുടെ എളിമയും തീക്ഷ്ണതയും സ്നേഹപ്രകൃതിയും ഏവരുടെയും സവിശേഷ ശ്രദ്ധ ആകർഷിച്ചു. അക്കാലത്താണ് 5 വയസ്സ് പ്രായമുള്ള
പിന്നീട് മഹാവിശുദ്ധയായി അറിയപ്പെടുന്ന ജെർത്രൂദ് ഹെൽഫ്റ്റ മഠത്തിൽ ചേർന്നത്. മെഗ്ഡിൽഡ ഗായിക പ്രവീണയായിരുന്നു. ദൈവം അവൾക്ക് പല ആധ്യാത്മിക കാര്യങ്ങളും വെളിപ്പെടുത്തിയത് അവളെ തന്റെ നൈറ്റിംഗേൽ എന്ന് വിളിച്ചുകൊണ്ടാണ്. ഈ വെളിപാടുകളെല്ലാം വെളിപാടുകളുടെ പുസ്തകം എന്ന ഒരു ഗ്രന്ഥത്തിൽ ജെർത്രൂദ് എഴുതിവെച്ചു. അത് പ്രസിദ്ധം ചെയ്യാമോ എന്ന് മെഗ്ഡിൽഡ് സംശയിച്ചപ്പോൾ ക്രിസ്തു തന്നെ കാണപ്പെട്ട് പറഞ്ഞു താനാണ് അവ എഴുതാൻ ഇടയാക്കിയതെന്ന്. പ്രത്യേക കൃപാവരത്തിന്റെ പുസ്തകം എന്നതിനെ പേർ വിളിക്കണമെന്നും കർത്താവ് അവളെ അറിയിച്ചു. ഈ ഗ്രന്ഥം അനേകർക്ക് ഉപകരിക്കുമെന്ന കാരണത്താലാണ് നാമാന്തരം നിർദ്ദേശിക്കപ്പെട്ടത്. 1291 നവംബർ 19 മെഗ്ഡിൽഡ് മരിച്ചു. അതിവേഗം ഈ ഗ്രന്ഥം പ്രചാരത്തിലായി, പ്രത്യേകിച്ചും ഫ്ലോറൻസിൽ. ഫ്ലോറൻസുകാരനായ ഡാൻഡെ 1314 1318 മധ്യേ എഴുതിയ ശുദ്ധീകരണ സ്ഥലം എന്ന കവിതയിലെ മറ്റിൽഡ എന്ന കഥാപാത്രം വിശുദ്ധ മെഗ്ഡിൽഡ് ആണെന്നാണ് ഒരഭിപ്രായം. ഡാൻഡെയുടെ കവിതയിലും മെഗ്ഡിൽഡിന്റെ പുസ്തകത്തിലും ആത്മാവിന്റെ ശുദ്ധീകരണം നടക്കുന്നത് 7 നിലയുള്ള ഒരു പർവ്വതത്തിലാണ്. ഡാൻഡേക്ക് മെറ്റിൽഡ മിസ്റ്റിക് തിയോളജിയുടെ ഒരു പ്രതീകമാണ്. ഹെർഫ്റ്റായിലെ വിശുദ്ധ ജെർത്രൂദ് വിശുദ്ധ മെഗ്ഡിൽഡിനെ പറ്റി ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൾക്ക് സമാനയായ ഒരാൾ ഈ മഠത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ ഇടയില്ലെന്നുകൂടി ഞാൻ ഭയപ്പെടുന്നു. വിചിന്തനം: ഹെൽഫ്റ്റായിലെ വിശുദ്ധ ജെർത്രൂദിന്റെ വാക്കുകൾ: കർത്താവെ, എന്റെ ദൃഷ്ടിയിൽ ഏറ്റവും വലിയ അത്ഭുതം എന്നെപ്പോലെ കൊള്ളരുതാത്ത ഒരു പാപിയെ ഭൂമി താങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്.